ഹലോ ഗൈസ്, ദി ക്രാക്ക് ബോയ്സ് കമ്മിങ് ഗൈസ്. അതായത് നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ജിമ്മിലൊക്കെ പോയി വീട്ടിലൊക്കെ പോയിട്ടാണ് വന്നത്. അവന് ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല. സംഭവം ഇപ്പോഴാണ് അവൻ മുട്ടയും കാര്യങ്ങളൊക്കെ തൊലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജിമ്മിലൊക്കെ പോയി വീട്ടിലൊക്കെ ചെന്ന് ഒരു 5 പൊറോട്ടയൊക്കെ തിന്നിട്ടാണ് പറഞ്ഞത്. സംഭവം അവൻ ഇപ്പോൾ മുട്ട തൊലിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് തൊലിച്ച് തീന്നിട്ട് അവൻ ഇറങ്ങി വരും. അതിനുശേഷം ഞാൻ അവനെയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ രാത്രി 12 മണിയായിട്ടുണ്ട്. നമ്മൾ ഗോസ്റ്റിനെ പിടിക്കാൻ ഇറങ്ങിയതാണ്. സംഭവം നമ്മൾ കുറേ ആപ്പും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഫേക്കാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്നാലും നമ്മളിവിടെ ഗോസ്റ്റിനെ പിടിക്കാൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇനി കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വേണം. സംഭവം ഒരു സ്പോട്ടുണ്ട്, അവൻ പറഞ്ഞിരുന്ന സ്പോട്ടാണ്. ഞാൻ ഒരു സ്പോട്ട് നോക്കി വെച്ചിരുന്നു. അവിടെ ഇപ്പോൾ ഒരു ബിൽഡിങ് വന്ന് അതെല്ലാം ഇടിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ അവർ സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയി എല്ലാം സെറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ നമുക്ക് ആവശ്യകുലമായിട്ട് ഒരു കരിമ്പൂച്ചയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മളെ ബ്ലോഗിൽ ശല്യമായിട്ട് എന്തോ നമുക്ക് വലുത് വരാനിരിക്കുകയാണ്. ഇതാ ഓർമ്മ ഗൈസ്. നോക്ക്. നമുക്ക് ഇന്നത്തെ ബ്ലോഗിൽ എന്തോ ഒരു വലിയൊരു സംഭവമാണ് നടക്കാൻ പോണത്. പറയാനൊന്നും പറ്റൂല. ഇനി നാളെ രാവിലെ അറിയാവും നമുക്കിനി എന്ത് പറ്റും എന്ത് പറ്റൂല എന്ന്. ഞാൻ 2-3 കൂട്ടുകാരന്മാരുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് രാവിലെ എന്നെ വിളിക്കണമെന്ന്. ചത്താ ജീവനോടെ ഉണ്ടെന്ന് അറിയണ്ടേ നമുക്ക് ഗൈസ്. ഈ കുണ്ണപ്പൂച്ച എന്നെ തന്നെ കറങ്ങി നിൽക്കുകയാണ്. അതാ ഞാൻ ക്യാമറ ഓണാക്കുമ്പോൾ ഓടി പോവാണ്. അതിന് ദേഷ്യം വരണം എന്തോന്ന്. എന്തോ പൊങ്ങണ്, നടുവൊക്കെ പൊങ്ങി വരണം. ഇതിനെ പിടിച്ച് പ്ലക്കിയാല, ചവിട്ടി കൂട്ടിയാല. പോടാ, ചാടിപ്പോടാ. ഗൈസ്, അത് നമ്മളെ ചുറ്റിപ്പറ്റി തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ എത്ര ഓട്ടിച്ച് വിട്ടിട്ടും ഇവിടെ തന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. നമ്മളെ ചങ്ക് വന്നിട്ടുണ്ട്. അല്ലെ ഈ പൂച്ച എന്തിനു ചെയ്യണോളിയാ? അങ്ങനെ കീച്ചി കളഞ്ഞല്ല. അതെങ്കിൽ പൂച്ച എടുത്തോണ്ട് പോയല്ല. ഏത് ഗൈസ്, എൻ്റെ ചങ്ക് പറയണ ഇതേപോലെ ഒന്നും വീഡിയോ ചെയ്യാൻ പാടില്ല. നമ്മൾ അവിടെ പോയി അവരെ ശല്യപ്പെടുത്താനൊന്നും പാടില്ല എന്നാണ്. ഇതേപോലെ ചെയ്തിട്ടുള്ള എല്ലാണെങ്കിലും മൊട്ടം പണികൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത്. ഇതാ നമ്മളെ ചങ്ക് വണ്ടിയൊക്കെ എടുത്ത് മുകളിൽ കയറ്റി വെച്ചിട്ട് എൻ്റെ വണ്ടിയിലാണ് ഇന്ന് പോണത് ഗൈസ്. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട്. വഴിയിലെല്ലാം പട്ടീനെയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വെട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് റോഡ് സൈഡിലാണ്. പിന്നെ ഇത്തിരി സൈലൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പ്രേതത്തിനൊന്നും അല്ല, നാട്ടുകാരും എല്ലാം കയറി ഇടിക്കുമെന്നാണ്. ഇവിടെ അപ്പുറത്തുള്ള വീട്ടിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റോഡിൽ കൂടെയൊക്കെ വണ്ടിയും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. നമ്മളെ ചങ്ക് അവിടെ ഇങ്ങനെ നിന്ന് കറങ്ങുകയാണ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ഇതിൻ്റെ അകത്തെല്ലാം കയറിയിട്ടുള്ളത്. ഇവിടെയുള്ളത് എല്ലാം ഫ്രഷായിട്ടുള്ള കല്ലറകളും കാര്യങ്ങളുമാണ്. ഇവിടെ ഞാൻ നടന്ന് പോണ വഴിക്ക് ഇതാ ഒന്ന് ചെറുതായിട്ട് എന്താണ് സെറ്റപ്പ് എന്ന് പറഞ്ഞിടാ. അതിൽ ഒതുങ്ങിപ്പോ അതിൽ എന്താ പറയാൻ. ഇവിടെ വെള്ളക്കുപ്പികളും കാര്യങ്ങളൊക്കെ ഇരിക്കണേ. എനിക്ക് തോന്നുന്നു ഇവിടെ നൈറ്റ് വന്നിരുന്ന വെള്ളമടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് പറയാനാ. വെള്ളവും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതതിന് പ്രേതങ്ങൾക്ക് വല്ലതും കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കണമെന്ന് പറഞ്ഞൂടെ. ഇവിടെ എന്തോ പണി നടന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൽ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കണേ. ഇവിടെ എന്തോ നല്ല വലുതായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുകയാണ് സംഭവം കാര്യങ്ങളെല്ലാം. ഇനി ഇവിടെ നിന്ന് നമ്മളൊന്നും ഒരു സാധനം എടുത്തുകൊണ്ട് പോകാൻ പാടില്ലെന്നാണ് പറയണത്. ഇതേപോലെ സെമിത്തേരികളിൽ ഉള്ള ഒരു പൂവ എന്തെങ്കിലും എന്ന് വെച്ചാൽ പ്രേതങ്ങൾക്കൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ അവരൊരു നമ്മളെ വീട്ടിലുള്ള ഒരു സാധനം പോയാൽ നമുക്ക് വിഷമാവണത് പോലെയാണ് ഇവിടെ സെമിത്തേരിയിലുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഇവർക്ക് അർഹതപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാൻ നടന്ന് ഈ സെമിത്തേരി സെൻറ്ററെത്തി. 4 സൈഡ് നോക്കിയാലും കല്ലറകൾ മാത്രമാണ്. ഈ പഴയ കല്ലറയൊക്കെ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടി വരണം. ഈ പുതിയ കല്ലറയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. ഇതേപോലെ ഓൾഡ് മോഡ് കല്ലറയൊക്കെ ഉള്ള ഈ കുരിശൊക്കെ കാണുമ്പോൾ എന്തോ ഒരുമാതിരിയാണ്. എന്ത് പറയാനാ. ഈ ഒറ്റയ്ക്കും ഒറ്റയ്ക്കൊക്കെ ഈ സെമിത്തേരിയിലൊക്കെ വന്ന് നിൽക്കണവന്മാരൊക്കെ സമ്മതിക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക തരം ഒരു മനക്കെട്ടി ഉണ്ടെങ്കിൽ മാത്രം. എനിക്ക് പേടിയുണ്ട്, ഉള്ളിലൊരു പേടിയുണ്ട്.
എന്നാലും ഞാൻ എന്തോ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്ത് വേണമെങ്കിലും പറ്റുമോ ഇപ്പോൾ ഈ വണ്ടിയൊക്കെ പോണ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി എന്ന് വെച്ചാൽ നാല് ചുറ്റും നിശബ്ദതയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രാണികളോ അതും ഇതൊക്കെ വിളിച്ച് അയ്യോ എന്താ പറയാൻ, എന്തൊക്കെ കുടുകുടാന്ന് വീഴണ പോലത്തെ സൗണ്ടുകളാണ് കേൾക്കുന്നത്. അയ്യോ ഞാൻ നേരത്തെ കാണിച്ച ആ കുറ്റിയുടെ പുറത്തുകൂടെ അയ്യോ ഓരോ നിമിഷം പേടിച്ചു കേട്ടാ. അയ്യോ ഇതെന്തോന്നു സംഭവം, എന്തോ ടാങ്ക് പോലെയൊക്കെ കിട്ടി വെച്ചിട്ട് കേട്ടാ. ഞാൻ കാണാതെ ഓരോരോ വെറൈറ്റി മോഡൽ കല്ലറകളൊക്കെയാണ് ഇവിടെ ഉള്ളത് സംഭവം. ഞാൻ നേരത്തെ പോകാമെന്ന് വിചാരിച്ചത് വേറൊരു സെമിത്തേരിയിലായിരുന്നു. അതും ഇത്ര ഓൾഡ് മോഡലായിരുന്നു. ഞാൻ പണ്ടാണ് അവിടെ ഇങ്ങനെ ചുമ്മാ ഒരു അടക്കത്തിന് പോയതാണ് സംഭവം. അപ്പോൾ തന്നെ എനിക്ക് അത് കണ്ട് നല്ല പേടിയും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഞാൻ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സ്ഥലമല്ല ഇപ്പം നികത്തി ആ കല്ലറ ഫുള്ളായിട്ട് പൊളിച്ച് അവിടെ ഇപ്പം ആഡിറ്റോറിയം എന്തോ പണിതുകൊണ്ടിരിക്കണം. എന്നാലും ഇവർക്ക് എങ്ങനെയാണെന്ന് തോന്നണം എന്തേരി എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇവർ എങ്ങനെയാണ് ഈ കല്ലറയൊക്കെ പൊളിച്ച് അവിടെ ഇതേപോലെ ആ ബിൽഡിങ്ങൊക്കെ വയ്ക്കണത്. അവർ മനക്കട്ടി എങ്ങനെയായിരിക്കും എന്ന് ആ ഫീലിങ്സ് ഇല്ലാത്തവരായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യണത് സംഭവം. എന്തായാലും ഞാൻ ഇവിടെ വന്ന് സംഭവം ഞാൻ ഒരു ഗോസ്റ്റ് ടിക്ടോക്കിങ് ആപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഏതെങ്കിലും ഗോസ്റ്റിൻ്റെ പ്രസൻസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാധാരണ സെമിത്തേരിയിലും പട്ടിയും പൂച്ചയൊക്കെ കാണും. ഇവിടെ പട്ടിയ പൂച്ചയൊന്നുമില്ല സംഭവം. ഒറ്റ മനുഷ്യക്കുഞ്ഞുങ്ങൾ പോലും ഇല്ല. നമുക്കിനി ആത്മാവ് പോലും ഉണ്ടോയെന്ന് നോക്കാം. എന്നാൽ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡെലിവറിനെ വല്ലതും കിട്ടിയല്ല. അപ്പോൾ നമുക്ക് ഗോസ്റ്റ് ഡിറ്റക്റ്റിംഗ് ആപ്പ് നോക്കാം. എവിടെ പോയി സംഭവം? അതാ ഇതാണ് ഗോസ്റ്റ് ഡിറ്റക്റ്റിംഗ് ആപ്പ്. എടുത്ത് നോക്കാം. ഇതിങ്ങനെ ഓണാക്കി കൊടുക്കുന്ന സംഭവം. ഓണാക്കുമ്പോൾ നമ്മളിങ്ങനെ ഡയറക്ഷൻ കാണിച്ചു കൊടുത്താൽ മതി സംഭവം. ഇത് അടുത്തൊന്നും ഇല്ലേ സാധനം? അങ്ങോട്ടേ നമുക്ക് എല്ലാം കല്ലറയുടെ അടുത്ത് എല്ലാം സംഭവം ഇങ്ങനെ നീങ്ങി കൊണ്ടുപോകാം. ഇതാ കാണിച്ച്. അയ്യോ എവിടെയാണെന്ന് അങ്ങോട്ട് ഡയറക്ഷൻ നോക്കി. എവിടെയാണ്? അങ്ങോട്ട് ഈ റൂട്ടിലോട്ടാണ് കാണിക്കണത്. ഇങ്ങോട്ടാണ് വലത്തോട്ട്. ഇത് നമ്മൾ അടുത്തോട്ട് നീങ്ങി വരെയാണ്. നമുക്കിവിടെ നിൽക്കാം. സംഭവം എന്താ, ഈ റിങ് ഇങ്ങനെ അടുത്ത് നമ്മൾ ഈ സെൻറ്റർ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ നീങ്ങിയാണ് വരണത് സംഭവം. ഇത് സ്പീഡിൽ ഇങ്ങനെ വരെയാണ്. ഇവിടെ ഒറ്റ മനുഷ്യരോ കാര്യങ്ങളോ ഇല്ല. ഇത് നമ്മളെ ചങ്കാണ് നിൽക്കുന്നത്. ഈ ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഇവിടെ വല്ലതും നോക്കി ഗൈസ്. നമ്മളെ കൂട്ടിനാണ് നമ്മളെ ചങ്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആപ്പിൽ നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ വരെയാണ്. ഇത് സെൻറ്റർ പോയിന്റ് എത്താറായി. ബാക്കിൽ നിന്ന് വല്ല ഇത് കൃത്യം ഫ്രണ്ടിൽ നിന്നാണോ ബാക്കിൽ നിന്നാണോ വരണമെന്ന് ഒരു പിടിയും കിട്ടണില്ല. ഇനി ബാക്കിൽ നിന്ന് വല്ലതും കൈ വല്ലതും വന്ന് വീണ അയ്യോ. അടുത്തെത്താറായി. എങ്ങോട്ടാണ് ബാക്കൊക്കെ ഒന്ന് നോക്കട്ടെ. സെൻറ്ററിലെത്തി. എന്തോ ഇറ കാണിക്കുകയാണ്. ഇനി ബാക്കിൽ വല്ലതും ചുറ്റുമൊക്കെ നോക്കാം. മയിൽ ഇതെന്തോന്നു? മയിൽ ആപ്പുകളാണ് കേട്ടോ. ഇത് നമ്മളെ പറ്റിക്കുകയാണ്. മയിൽ ഷെയർ കൊടുക്കും ഇതിനൊക്കെ. കണ്ട ഇതൊക്കെ ചുമ്മാ. ഇത് ഗൈസ് ഇത് വേറെ ആപ്പ് വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ സംഭവം. ഇത് കട്ടാക്കാനും പറ്റുന്നില്ല. ചുമ്മാ കണ്ടത് ഗൈസ്, നോക്കിയത് ഈ ആപ്പ് ഫേക്ക് ആപ്പാണ്. ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടായില്ലെന്ന് എനിക്കറിയത്തില്ല. സംഭവം നോക്കിയപ്പോൾ അതിൽ ആ സ്ക്രീനിൽ തന്നെ ഒരു ഇത് സംഭവം ഇങ്ങനെ വരെയായിരുന്നു.
എന്തോ തെളിഞ്ഞ്. അത് ഒരു ഈ ആപ്പിൻ്റെ ഒരു സെറ്റിംഗ് ആണ് അത്. സംഭവം ഫേക്കായിരുന്നു ആ സംഭവം. എന്തോ ഭാഗ്യമുണ്ട്, എൻ്റെ ഇത് മൊബൈൽ സ്റ്റാൻഡിൻ്റെ ഹോൾഡറിലുള്ള ലൈറ്റ് ഓഫായി. അതിൽ ചാർജ് കുറവായിരുന്നു സംഭവം. ഇനി നമുക്ക് മൊബൈൽ ഫ്ലാഷ് വെച്ച് കാണാം. ഇല്ല, മൊബൈൽ ഫ്ലാഷിൻ്റെ ആവശ്യമില്ല, ഇവിടെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി കുറച്ചും കൂടി അവൻ പോകുമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ചെറുതായിട്ട് പേടിയും കാര്യങ്ങളും എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇനി കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട്, സംഭവം ഇതൊരു ചെറിയ സെമിത്തേരിയാണ്. ഇനി വലിയ സെമിത്തേരിയിലോട്ടൊക്കെ പോകാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളുണ്ട്. വേറെ സ്ഥലം നോക്കി ഞാൻ അങ്ങോട്ടൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാം. ഇതൊരു ചെറിയൊരു സെമിത്തേരിയാണ്. ഇതൊക്കെ കല്ലറയും കാര്യങ്ങളാണ്. ഇതൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ ഇത്രയും സെറ്റപ്പുള്ള സെമിത്തേരി ആണെന്ന് ഒന്നും വിചാരിച്ചില്ല. ഇത് ഇത്തിരി ഡീസൻ്റ് ആയിട്ടുള്ള ഇതാണ്, വലിയ കുറവായിട്ടുള്ളതൊന്നുമില്ല. ചിലതൊക്കെ കാടും പിടിച്ച് ഇഷ്ടം പോലെ കല്ലറയും കാര്യങ്ങളും. നമുക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ഓൾഡ് മോഡൽ കല്ലറകളാണ്. ഇപ്പോഴത്തെ ന്യൂജൻ മോഡൽ കല്ലറയൊക്കെ ഇതേപോലെ കുരിശും കാര്യങ്ങളും എല്ലാം വെച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് വലിയ നമ്മളെ വലുതായിട്ടൊന്നും പേടിപ്പിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു പുതിയൊരു കല്ലറ ഉണ്ടായിരുന്നു. സംഭവം ഞാൻ കല്ലറയും കാര്യങ്ങളൊന്നും കാണിച്ചു. ഇത് ഏതോ ഒരു കൊച്ചു കുട്ടിയുടെയാണ് കേട്ടോ. ഏതോ ഒരു പാവം കൊച്ചായിരുന്നു കേട്ടോ. 6 വയസ്സുള്ള ഒരു കൊച്ചാണ്. സംഭവം 2026 10-ാം മാസത്തിൽ ചെറുതായിട്ട് മരിച്ച്. പാവം കൊച്ചുങ്ങൾ. ഈ കൊച്ചുങ്ങളൊക്കെ മരിക്കുമ്പോഴാണ് നമുക്ക് ഒരുമാതിരി വേദനയും കാര്യങ്ങളും എല്ലാം സംഭവം. ഇവിടെ നിന്ന് കയറി ചവിട്ടാനൊന്നും പറ്റൂല. ഇവിടെ ഫുള്ള് കല്ലറയും കാര്യങ്ങളുമാണ്. പുല്ലൊക്കെ വീണ് കിടക്കുകയാണ്. നമുക്കിങ്ങനെ കല്ലറയൊന്നും ഇങ്ങനെ ചാടി രാത്രി സമയങ്ങളൊന്നും കല്ലറകളൊന്നും മറികടന്ന് പോകാൻ പാടില്ലെന്നൊക്കെയാണ് പറയണത്. ഗൈസ്, നമ്മളെ ചങ്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇനി പോണ വഴിക്ക് ഏതെങ്കിലും പ്രേതങ്ങൾ നമ്മളെ കൂടെ വരുമോ ഇല്ലെന്ന് ഒരു പിടുത്തവും ഇല്ല. വന്നാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഡെലിവറിയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മൾ പൊന്നുപോലെ നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഉറങ്ങിക്കോ എല്ലാവരും. നമുക്കിനി ഇതിനെക്കാട്ടും വലിയൊരു സെമിത്തേരി പിടിച്ചുകൊണ്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ.